ഹായ് ഗായ്സ്, എൻ്റെ പേര് അരവിന്ദ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ ഒരു വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ വേറൊരു ട്രേഡിംഗ് ആണ് ഫോറക്സ് ട്രേഡിംഗ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോഴത്തേക്ക് മറ്റേ ഒരു ലൈൻ വന്നിട്ട് മേലിലേക്ക് പ്രോഫിറ്റ്, താഴത്തേക്ക് ലോസ്, അങ്ങനെ പോകുന്നൊരു സാധനമുണ്ട്. അതിൽ അത്യാവശ്യം കുറെ പേർക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, ലോസും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ലോസ് വന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തുണ്ട്. അവൻ ഇന്ന് അതിനെപ്പറ്റി ഒരു കഥ പറയാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവനെ കാണാം. ഹലോ ഗൈസ്, എൻ്റെ പേര് അനു, ടിവിയുടെ സുഹൃത്താണ്. ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ഈ പൈസ ഉണ്ടാക്കുന്ന ഇറങ്ങി തിരിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി കേൾക്കാത്തവരായിട്ട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും മിക്ക സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്താണെങ്കിലും മിക്ക സോഷ്യൽ മീഡിയസിലും കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. നമ്മള് ഒരു ഗ്രാഫ് കാണും. അത് ഒരു ആഡ് ഇങ്ങനെയാണ് അവരുടെ വരുന്നത്. അതായത് ഒരു ഗ്രാഫിന്റെ ലൈൻ അതിന് നടുക്ക് സെന്ററിലെ ലൈൻ കാണും. അതിന് സെൽ എന്ന് പറഞ്ഞൊരു റെഡ് ബട്ടൺ മേളിലും ബൈ എന്ന് പറഞ്ഞ റെഡ് ബട്ടൺ ഗ്രീൻ ബട്ടൺ താഴത്തും കാണും. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സംഭവം കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങിക്കുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക. ഇതാണ് അതിന്റെ ബേസിക് ഒരു ലോ എന്ന് പറയുന്നത്, ബേസിക് റൂൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ അവര് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനകത്ത് പെട്ട് ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ്. പക്ഷെ ഒത്തിരി പഠിച്ചവർ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും പറഞ്ഞിട്ടില്ല. പഠിച്ചെന്ന് വെച്ച് വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചെയ്താൽ പൈസ പോകത്തേ ഉള്ളൂ, എന്നെ പോലെ. അപ്പോ ഇതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് ഞാൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ച് കുറെ നാൾ യൂട്യൂബിലും അതുപോലെ പല പല സോഷ്യൽ മീഡിയയിലും പല പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഈ ഫോറക്സ് ട്രേഡിങ്ങിലൂടെ ഒരുമാതിരി പഠിച്ച് അതിലേക്ക് ഇറങ്ങിയതാണ്. അതായത് കുറെയൊക്കെ പൈസ ഞാൻ ഉണ്ടാക്കി, കുറച്ചൊക്കെ നമ്മളെ നിന്ന് പോവുകയും ചെയ്യും, അപ്പൊ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം എന്നെ പോലെ അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പോവുകയും സത്യം പറഞ്ഞാൽ ചെയ്യൂ. നമുക്ക് തോന്നുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് പൈസ തരും. നമ്മൾ തോന്നുന്നു നമ്മൾ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അതിന്റെ ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവർ സത്യത്തിൽ പിടിച്ചിട്ടുണ്ടാവണം ആ സമയം കൊണ്ട്. അങ്ങനെ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ പരിപാടി അല്ല ഇതെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒത്തിരി പ്രൊഫഷണൽ ആൾക്കാരുണ്ട്. അതായത് ഇതിനു വേണ്ടി ഇറങ്ങിപ്പെട്ട ഒത്തിരി പ്രൊഫഷണൽ ആൾക്കാരുണ്ട്. ഇതിന് ഇങ്ങനെ എന്താ പറയുന്ന ഒരു ജോബ് കണക്ക് നോക്കിയിട്ട് ഇതുപോലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ട്രേഡിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി തിരിച്ച് തരിക, അങ്ങനെയുള്ള ഒത്തിരി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒത്തിരി സ്കാംസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സ്കാമേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു സ്കാം ചെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചാടിയത്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഇതുപോലെ പ്രൊഫഷണൽ ആൾക്കാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരെ തപ്പി 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 ഉള്ള സോഷ്യൽ മീഡിയയിലും FB യിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തപ്പി ഗൂഗിളൊക്കെ ചെയ്തിട്ട് ഞാൻ കുറെ പേരെ കണ്ടുപിടിച്ചു. അപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കൂടി തന്നെ ഒത്തിരി പേരെ ഞാൻ കണ്ടുപിടിച്ചു. അത് സത്യം പറഞ്ഞാൽ നമ്മള് പൈസ അധികം എടുത്ത് കളിക്കാനില്ലാത്തവര്, പൈസ കുറവ് ഏതാണോ അത് നോക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരാളാണ്. ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു പുള്ളിക്കാരി ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. പേര്, ഇൻസ്റ്റാഗ്രാം ID അയാളെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അയാളുടെ ഫോൺ നമ്പറും തരുന്നുണ്ട്. അയാൾ അയച്ചു തന്ന പ്രൂഫും നമ്മൾ ഇടുന്നുണ്ട്. അത് മൊത്തം നമ്മൾ കാണിക്കുന്നുണ്ട്. ബാക്കി ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, സ്ക്രീനിൽ അയാളെ സ്ക്രീനിലും വേണം നമ്മൾ. കാരണം ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിയാൽ ഒരു തരം റെസ്പെക്ട് ആണ് അവരോട്. കാരണം ഇങ്ങനെയുള്ള കുഴിയിലൊന്നും പോയി ചാടരുതെന്ന് പഠിപ്പിച്ചു തന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പോയേനെ, പറയാൻ പറ്റത്തില്ല. വീട്ടുകാരുടെ പൈസ നമുക്ക് പോകുമ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമില്ല എന്നല്ല, നമുക്കും വിഷമമുണ്ട്. ആ ഒരു റിയലൈസ് ചെയ്ത്, അതായത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സ്കാം ചെയ്യപ്പെട്ടു എന്നറിയുന്ന ഒരു നിമിഷത്തെ എന്താ പറയാ ഒരു ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. ആരും എക്സ്പീരിയൻസ് ചെയ്യാൻ പാടാ, അനുഭവത്തിന്ന് അറിയാം. കരഞ്ഞു പോകും സത്യം പറയാം. എന്ത് ചെയ്യണം അറിയാം. നമ്മുടെ പൈസ അല്ല, വീട്ടുകാരുടെ പൈസ ഇട്ട് കളിക്കുന്നവര് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോവും. ഇത് ഞാൻ ആ പുള്ളിക്കാരിനെ പരിചയപ്പെട്ടു കുറച്ചു നാള് ഞാൻ സംസാരിച്ച് പുള്ളിക്കാരെ അതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് പൈസ അല്ല വേണ്ട, അവർക്ക് നമ്മൾ ബിറ്റ് കോയിൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ആ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത് നമ്മൾ അറിയാത്തവർക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അസറ്റുകളിൽ ഒന്നാണിത്, ബിറ്റ് കോയിൻ. അത് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നു, വില കൂടി ഉപയോഗിക്കുന്നു, അതുപോലെ ഒരു അസറ്റ്.
അപ്പം നമുക്ക് അത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് ആ ബിറ്റ് കോയിൻസ് വാങ്ങിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സൈറ്റുകളുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടത് ബിറ്റ് കോയിൻസ് ആണ്. എന്നോട് പറഞ്ഞു മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 ആണെന്ന് പറഞ്ഞു. $100, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏകദേശം 7-8 ആ റേഞ്ച് വരും. അപ്പം ഞാൻ വിചാരിച്ചെന്നാ അത് അത്രയും പൈസ നമ്മുടെ ഇല്ല. എന്റെ ഒരു കഷ്ടിച്ചൊരു $50 എടുക്കാൻ കാണും. അതായത് വീട്ടിൽ നിന്ന് വാങ്ങിച്ച പൈസയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ അങ്ങനെ ആയിക്കോട്ടെ, $50 കഷ്ടകാരുടെ കാല് പിടിച്ചു വെച്ചു. അപ്പൊ അവര് പറഞ്ഞാൽ ഓക്കെ $50 കുഴപ്പമില്ല, അത് അവര് അത് വെച്ച് ട്രേഡ് ചെയ്തോളാം. പക്ഷെ അവരുടെ കണ്ടീഷൻ ഇതാണ്, ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 20% അവർക്കുള്ളതാണ്. 20% അവർക്ക് കൊടുത്തിട്ട് ബാക്കി 80% നമുക്കുള്ളതാണ്. അതാണ് സംഭവം. അപ്പം അവർ പറയുന്ന അവരുടെ കുറച്ച് ഓഫറുകളുണ്ട്. അതായത് $100 കൊടുത്താൽ $1000 വർത്ത് ബിറ്റ് കോയിൻസ് ആക്കി തിരിച്ചു തരാമെന്നാണ്. അതുപോലെ നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ തിരിച്ചു തരാം എന്നാണ് അവരുടെ ഒരു ഭയങ്കര പ്രോമിസിംഗ് ആണ്. അവരുടെ ഓഫറൊക്കെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് വീണ് പോകും, സത്യം പറഞ്ഞാൽ വീണ് പോകും. ഞാൻ അങ്ങനെ $50 കൊടുത്ത് അപ്പം അവര് എന്നോട് ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചു, എന്റെ പേര്, ഫോൺ നമ്പറൊക്കെ ചോദിച്ചു. എല്ലാം വാങ്ങിച്ച് അവരൊരു സൈറ്റിൽ അക്കൗണ്ട് തുടങ്ങി എന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ സത്യം പറയാൻ ചെയ്തത്. അതായത് എന്റെ ഇമെയിൽ ഐ ഡിയിൽ എനിക്ക് എന്താ പറയുക ഒരു മെയിൽ വന്നു, നമുക്ക് അക്കൗണ്ട് ഇന്നൊരു ബൈനറി എന്ന് പറഞ്ഞ ഒരു ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഏതോ ഒരു സൈറ്റ്, അതിനകത്ത് അങ്ങനെ ഒത്തിരി സൈറ്റ് ഉണ്ട്. പക്ഷെ ഇത് സ്കാം ആയിരുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമെയിൽ വന്നിട്ട് അതിനകത്ത് പറഞ്ഞിരുന്ന ഇതായിരുന്നു, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ട്രേഡിങ് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത് ആ ഒരു ഇമെയിൽ വന്നത്. അത് കഴിഞ്ഞ് ഓരോ ദിവസം ഈ ക്രിസ്ത്യൻ എന്നുള്ള പുള്ളിക്കാരി ഇവര് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ആ മെയിലിൽ നിന്ന് ദിവസം നമുക്ക് മെയിൽ വരും. സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിക്കും നമ്മുടെ $50 ആയിരിക്കും. അത് നമ്മൾ ഡോളർ അയച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി ടാക്സ് ഒക്കെ പിടിച്ചിട്ട് $49 അവർക്ക് ചെന്നുള്ളൂ. അപ്പൊ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് $49 കാണിക്കും. അതിന്റെ താഴെ ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ ദിവസം ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റും കാണിക്കും, താഴെ ടോട്ടൽ കാണിക്കും. ആദ്യത്തെ ദിവസം തന്നെ അവർ $50 $200 ആക്കി കിട്ടി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണുമഞ്ഞ ഒരു ബൈനറി ട്രേഡിംഗ്, ഈ ഫോറക്സ് ട്രേഡിംഗ് അറിയാവുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ സിമ്പിളാ. 3 ട്രേഡ് $50 ഇട്ടിട്ടുള്ള 3 സക്സസ്ഫുൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ $50 $200 പുല്ലുപോലെ ആക്കാം, അടിപൊളിയായിട്ടാക്കാം, അറിയാവുന്ന ഒരു പ്രൊഫഷണൽ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി നോക്കി ഇവര് സ്കാം ആണോ അല്ലെങ്കിൽ ഒത്തിരി റിസർച്ച് ചെയ്താലൊക്കെ നോക്കിയതാ. ഇപ്പൊ ഏകദേശം ഒത്തിരി പേരെ ഞാൻ കണ്ടു, അതിൽ ഒത്തിരി പേര് സ്കാം ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ടിരിക്കുന്ന എല്ലാ ഫോട്ടോയും ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്തതാ. പല സമയത്തുള്ള ഒരു ഫോട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ അപ്ലോഡ് ചെയ്തതാ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവരൊരു സ്കാം ആണ്. അതൊരു എക്സാമ്പിളാണ്. അപ്പം എത്ര ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്ത് അത്രയും ഫോട്ടോ ആണ് നമുക്ക് മനസ്സിലാവും അതെന്തായാലും സ്കാം ആണ്. ഈ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ അവരുടെ ഐഡി ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ 2009 തൊട്ടുള്ള ഫോട്ടോസ് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അവരുടെ ഐഡി ഞാൻ പറഞ്ഞില്ലല്ലോ, അവരുടെ ഐഡി ക്രിസ്ത്യൻ FR33 അങ്ങനെ എന്തുവാ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണ് കറക്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം. അതായിരുന്നു തോന്നുന്നു അവരുടെ ഐഡി. ആ ഐഡിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് നോക്കിയപ്പോൾ അവരുടെ പണ്ടത്തോട്ടുള്ള ഫോട്ടോ ഉണ്ട്, അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോ ഉണ്ടെല്ലാം. അപ്പൊ നമ്മള് ഒത്തിരി കൺവിൻസിങ് ആയി, ഞാനും വിശ്വസിച്ചു പോയി. അങ്ങനെയാണ് വിശ്വസിച്ചത്. പിന്നെ അപ്പം ഓരോ ദിവസം ട്രേഡ് ഇവര് നമുക്ക് മെസ്സേജ് അയക്കുന്നു, അവർ ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, നമ്മളും തിരക്കുന്നു, ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓരോ ദിവസം ഇമെയിലിൽ വന്നോണ്ടിരിക്കുക, ഇമെയിൽ ഞങ്ങൾ കാണിച്ചു തരാൻ ഇമെയിൽ വരുന്നു. ഇമെയിൽ ആദ്യത്തെ ദിവസം വന്നു $50 അവര് $200 ആക്കി. രണ്ടാമത്തെ ദിവസം വന്നു $100 ആക്കി, $111 ആക്കി, $800 ആക്കി, $1800 ആക്കി. ഇതിനിടയ്ക്ക് ഒരു ദിവസം സത്യം പറഞ്ഞ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണാതെ വരിയത്. ഞാൻ അവന് കരുതിയത് എന്നെ ബ്ലോക്ക് ചെയ്തിരുന്ന. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം പറയാം, ആ ഒരു അവസ്ഥ ഒക്കെ നമ്മൾ ഇത്രയും പൈസ ഇട്ട് കളിച്ചിട്ട്. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം വിട്ടെ, ഞാൻ അപ്പൊ ആലോചിച്ച ഒരു കാര്യമാണ്. പൈസ ഞാൻ കൊടുത്തു, എന്റെ വേറെ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും ഞാൻ പൈസ കൊടുത്തു, എന്റെ വേറെ പൈസ ഇല്ല, ഇവരെന്തിനാണ് ഈ ദിവസം എനിക്ക് ഇമെയിൽ അയക്കുന്നത്? പൈസ എടുക്കാനാണെങ്കിൽ ഇവർക്ക് ആ കിട്ടിയ സമയത്ത് തന്നെ പൈസ എടുത്തോണ്ടങ്ങ് പോയാൽ പോരെ, പൈസ എടുത്തോണ്ട് പോയാൽ പോരെ. ഞാൻ ഒത്തിരി ആലോചിച്ചു. പിന്നെ അവൻ
എന്തിനിങ്ങനെ പിന്നെ നമ്മൾ ഒത്തിരി കൺവിൻസ് ചെയ്യുന്ന രീതി പിന്നെ മെയിൽ വെച്ച് നമ്മൾ ഒത്തിരി കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഒരു ദിവസം എല്ലാം കൂടി ഇട്ട് തകർന്നപ്പം പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കിട്ടിയതാണ്. ആ ഫോൺ നമ്പര് ഞാൻ വാട്സപ്പിൽ ഇട്ടു. വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചപ്പം മെസ്സേജ് റിസീവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു, ദൈവം എല്ലാം തീർന്നു വിചാരിച്ചപ്പം പെട്ടെന്ന് എന്തോ ദൈവത്തിന് കണക്ക് അവർ വീണ്ടും വന്നിട്ട് അവരെന്നോട് വാട്സപ്പിൽ റിപ്ലൈ ചെയ്ത് അവരുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയിപ്പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും ശരിയാ, ബ്ലോക്ക് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പേരെങ്കിലും കാണാൻ പറ്റും, അവരുടെ പ്രൊഫൈൽ പിക്ക് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അവരിട്ട എന്താ പറയുക, അവരിട്ട ഒരു ഫോട്ടോയും അവരിട്ട ഒരു ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, പോസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും, അവരുടെ പേരും കാണിക്കും, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു, ഇതൊരു ഇൻസ്റ്റാഗ്രാം യൂസർ എന്ന് പറഞ്ഞ കാണിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു സ്കാമർ, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, പുള്ളിക്കാരി ഇംഗ്ലീഷ് അല്ലേ. ഞാൻ ചോദിച്ചു നിങ്ങളൊരു സ്കാമർ ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ഒന്നും വേണ്ട, എന്റെ ഡെപ്പോസിറ്റ് എങ്കിലും തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു പേടിക്കണ്ട, എന്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയിപ്പോയതാ, പേടിക്കേണ്ട കാര്യമില്ല, ഡോണ്ട് വെറി, ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മെയിലും വന്നായിരുന്നു അന്നത്തെ ദിവസം, അവർ ട്രേഡ് ചെയ്തെന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്നാ അങ്ങനെ ആയിരിക്കും, നമ്മൾ വിശ്വസിച്ച് പോയി, നമ്മുടെ പൈസ നമുക്ക് ഇനി നഷ്ടപ്പെടാവുന്നതില്ല, പൈസയാണ് എത്ര 4,000 രൂപയോളം ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. അപ്പം ഞാനത് വിശ്വസിച്ച് അങ്ങനെ പിന്നെ ട്രേഡ് ചെയ്തു. ട്രേഡിന്റെ ലാസ്റ്റ് ഡേ ആയി, അവർ 7 ദിവസം ട്രേഡ് ചെയ്യുന്നതാണ്. ട്രേഡിന്റെ ലാസ്റ്റ് ഡേ ആയി കഴിഞ്ഞാൽ അവർ വിഡ്രോവലിനുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതായത് വിഡ്രോവൽ അവരുടെ ഈ വെബ്സൈറ്റ് അവരുടെ മെയിൽ ഐ ഡി എന്നിട്ട് അവർക്ക് മെസ്സേജ് ആണ്, അവരാണ് വിഡ്രോവലിന്റെ എല്ലാ കാര്യം നോക്കുന്നതാണ്. അപ്പൊ ഞാൻ അവർക്ക് എന്താ പറയാ വിഡ്രോവൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൽ അയച്ചു. മെയിൽ അയച്ചു കഴിഞ്ഞപ്പം അവരെനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു എന്റെ ID പ്രൂഫ് കാണിക്കണം പറഞ്ഞു. അപ്പം എനിക്കൊന്ന് അമേരിക്കയിലൊക്കെ നമുക്ക് ഇനിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഫുൾ നെയിം വേണം. അതുകൊണ്ട് എന്റെ അച്ഛന്റെ പേരിട്ടാണ് ഞാൻ ഫുൾ നെയിം, എന്റെ പേരിന്റെ ഇനിഷ്യൽ S ആണ്, ആ S എന്റെ അച്ഛന്റെ പേരാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ പേരുള്ള ID തന്നെ നമുക്ക് കാണിക്കണം. അത് എനിക്കൊന്ന് ഒട്ടുമിക്ക ഫോറിൻ സൈറ്റ്സുകളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ആ പേരുള്ള ID ആണ്. അങ്ങനെ ഒരു ID എന്ന് പറയാൻ പാസ്പോർട്ട് മാത്രമേ, നമ്മുടെ ഫുൾ നെയിം വെക്കുന്നത് പാസ്പോർട്ട് മാത്രമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പാസ്പോർട്ടിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തു, ഫോട്ടോ എടുത്ത് അയച്ച് കൊടുത്തു. ഇനി എന്താണ് ഞാൻ ഇനി 2 ദിവസം കഴിയുമ്പോൾ ഒരു തീവ്രവാദി ആവുമെന്നൊന്നും എനിക്കറിയില്ല. അവർക്ക് ഞാൻ ID കൊടുത്തിട്ട് എന്താ അവര് ആദ്യം പറഞ്ഞ ഈ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് പ്രത്യേകത അതിനകത്ത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം ആ ഹിന്ദി അവർക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഹിന്ദി അവർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു $30 കൂടെ കൊടുക്കണം, എന്നാലേ അവർക്ക് ഹിന്ദി ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിശ്വസിച്ച് സത്യം പറഞ്ഞ എല്ലാ പുള്ളിക്കാരി ക്രിസ്റ്റീനും പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജ് ആണ്, ഇപ്പം ഇതും കൂടെ ഉള്ളൂ, ഇനി അവർ പൈസ വയ്ക്കത്തില്ല, ഇതും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ കയറുന്നതാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയുന്ന വിശ്വസിച്ച് പോകും, അത്ര കൺവിൻസിങ് ആണ്. പൈസ കൊടുത്തു പോയി. അപ്പൊ ഞാൻ $30 ബിറ്റ് കോയിൻസ് ആക്കിയിട്ട് അവരുടെ വാലറ്റിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് വേറെ നിവർത്തിയില്ല. കാരണം എന്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുത്താലേ പറ്റും, നമ്മൾ അവർ വിശ്വസിപ്പിച്ചിരിക്കുകയല്ലേ അവര്. അപ്പൊ നമുക്ക് ചെയ്യാതെ വഴിയില്ല. അങ്ങനെ കൊടുത്ത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വെള്ളിയാഴ്ച, നമ്മുടെ ഇവിടെ രാത്രിയിലാണ് വെള്ളിയാഴ്ച എങ്കിൽ അവർക്ക് അവിടെ രാവിലെയാണ്. 12 മണിക്കൂർ വ്യത്യാസം നമ്മൾ അമേരിക്കൻ തമ്മിൽ, 12 മണിക്കൂർ. അപ്പം അവർക്കവിടെ രാവിലെ. അപ്പം പുള്ളിക്കാരി പറഞ്ഞു എന്നോട് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് പേയ്മെന്റ് വൈകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു അപ്പോഴത്തേക്ക് ഒരു മെയിൽ വന്നു കഴിഞ്ഞായിരുന്നു, നിങ്ങളുടെ ID വെരിഫൈ ആയിട്ടുണ്ട്. അവർ $30 വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു ID വെരിഫൈ ആയിട്ടുണ്ട്, അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് പൈസ പേയ്മെന്റ് ചെയ്യണമെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു IFSC കോഡ് അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു $1,800, അതായത് ഏകദേശം നമ്മുടെ 1 ലക്ഷം രൂപയ്ക്ക് അടുത്തോളം വരും, 1,20,000 രൂപയ്ക്ക് അടുത്തോളം വരും. അപ്പൊ ഞാൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഓക്കെ, പുള്ളിക്കാരി അപ്രോക്സിമേറ്റ് 1 ദിവസത്തിനുള്ളിൽ കയറുന്നു. അപ്പൊ പുള്ളിക്കാരോട് ചോദിച്ച പുള്ളിക്കാരി പറഞ്ഞു അവിടെ സാറ്റർഡേ സൺഡേ ബാങ്ക് ലീവാണ്, നമുക്ക് ഇവിടെ ലീവാണല്ലോ. അപ്പൊ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും അത്ര കാര്യമായിട്ടെത്തില്ല, പോട്ടെ. അങ്ങനെ 2 ദിവസമായി. തിങ്കളാഴ്ചയായി, പൈസ കയറിയിട്ടില്ല. ചൊവ്വാഴ്ചയായി, പൈസ കയറിയിട്ടില്ല. ബുധനാഴ്ചയായി, പൈസ കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ പുള്ളിക്കാരി ക്രിസ്റ്റീനടുത്ത് ഞാൻ വാട്സപ്പ് മെസ്സേജ് ഞാൻ പറഞ്ഞു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അവര് പറഞ്ഞ ഒരു ക്ലോസ് ഇതായിരുന്നു, അവർക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് 20% കൊടുക്കണമെന്നാണ്.
പിന്നീടാണ് ഞാൻ അറിയുന്നത് നമുക്ക് കിട്ടിയാല് നമ്മളാണ് അവർക്ക് 20% കൊടുക്കണം. ആ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഫണ്ട് കയറിയിട്ട് അതിന്റെ 20% ഞാൻ പുള്ളിക്കാർക്ക് അയച്ച് കൊടുത്താൽ മതി എന്നോട് പറയാം. സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്. ഞാൻ ആലോചിച്ച് എന്ത് കണ്ടിട്ടാണ് ഇവര് നമ്മളെ ഇത്രയും വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും വിശ്വസിക്കുന്നത് നമ്മളതുപോലെ നിൽക്കണ്ടേ എന്നുള്ള വിചാരമാണ് എനിക്കും. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ബുധനാഴ്ച ആയപ്പോ 5 ദിവസമായി ഏകദേശം. അപ്പൊ ഞാൻ പുള്ളിക്കാരത്ത് പറഞ്ഞു എമൗണ്ട് കയറിയിട്ടില്ല, കയറുമ്പം പറയാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു പുള്ളിക്കാരി ട്രേഡ് ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു ഹാവ് എ നൈസ് ഡേ ട്രേഡിങ് എന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്നു പുള്ളിക്കാരി അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അങ്ങനെ ഒരാളേ ഇല്ല, അങ്ങനെ ഒരു അക്കൗണ്ടും ഇല്ല, ആളും ഇല്ല. എനിക്കൊരു ഡൗട്ട് തോന്നിയത് കാരണം എന്തായാലും ഫോണെ പോട്ട എന്ന് വിചാരിച്ച് രണ്ടാമത് കൊടുത്തത്, നമുക്ക് വഴിയില്ലല്ലോ, അങ്ങനെ കൊടുത്തത്. അപ്പൊ ഞാൻ കുറെ സ്ക്രീൻഷോട്ടും എല്ലാ പുള്ളിക്കാരുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ അതാണ് നമ്മൾ പ്രൂഫായിട്ട് കാണിക്കാൻ പോണത്. അത് പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഞെട്ടി തരിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. കരഞ്ഞില്ല എന്നേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്റെ വീട്ടിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കപ്പം അങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ട്രേഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ട്രേഡ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കളഞ്ഞ പൈസ ആണല്ലോ എന്ന് വിചാരിക്കുക, അത്ര പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു പോയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ വീട്ടിൽ ഇത് പറഞ്ഞു ഇങ്ങനെ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും വിശ്വസിച്ചു. എന്തായാലും എന്റെ അമ്മ എന്നോട് പറഞ്ഞു അക്കൗണ്ടിൽ പൈസ കയറാതെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറുമ്പോൾ കാണിച്ചു തരാം. എല്ലാം ഭയങ്കര ഡയലോഗ് നമ്മൾ അറിയാലോ, ഭയങ്കര ഡയലോഗും വിരോധമായി, ഭയങ്കര ഇതൊക്കെ ആയി. വേണം, കിട്ടേണ്ടതാണ്, കിട്ടി, നല്ല രീതിക്ക് തന്നെ കിട്ടി. അപ്പം പെട്ടെന്ന് ഇങ്ങനെ അതൊരു സ്കാം ആയിരുന്നു, നമ്മളതിൽ പെട്ടുപോയതെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ പെട്ടവർക്ക് നന്നായിട്ട് അറിയാം. എനിക്കതിപ്പോ നന്നായിട്ട് അറിയാം, അങ്ങനെ പെട്ടു പോയതാ. അപ്പോ അങ്ങനെ പെട്ട് പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണം, എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഒരു കംപ്ലൈന്റ് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ അവര് അങ്ങനെയൊന്നും നമുക്ക് അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലുള്ള എടുത്ത് ചാണ്ടാ വിചാരിച്ചു എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. രണ്ടും എന്താ പറയാ എല്ലാ വഴികളും അടച്ചത് വരെ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. എന്റെ കയ്യിൽ നിന്ന് പൈസയും പോയി. വീട്ടുകാരുടെ അടുത്ത് പറയുകയും ചെയ്തു. വീട്ടുകാരുടെ അടുത്ത് എന്ത് പറയാന്നുള്ള കാര്യം ആലോചിച്ചു പോയി. വീട്ടുകാരുടെ അടുത്ത് ഇത് അറിഞ്ഞവരുടെ അടുത്ത് ഇനി എന്ത് പറയാം. അവർ മുമ്പിൽ സത്യം പറഞ്ഞാൽ നമുക്ക് തല കുനിച്ച് നടക്കുക എന്നല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലാത്ത രീതിയിലായിപ്പോയി. എന്നാലും ഞാനിത് വീട്ടിൽ പറഞ്ഞു കേൾക്കാണ്ടുള്ളതൊക്കെ നിറയെ കേട്ടു. പിന്നെ ഞാനൊരു സമാധാനമായത്. ഇപ്പോഴും അതിന്റെ ഒരു എഫക്റ്റ് എനിക്ക് മാറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നുമ്പോ ഒരു കോമഡി ആയിട്ടും, സത്യം പറഞ്ഞാൽ കോമഡി അല്ല, സംഭവം സീരിയസ് ഒരു സ്കാം തന്നെയാണ്. പക്ഷെ ഇടയ്ക്ക് തോന്നുന്നത് നമുക്കതൊരു കോമഡി ആയിട്ടും ചില സമയത്ത് ഒരു വിഷമമായിട്ടും ഒക്കെ തോന്നാറുണ്ട്. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലെ പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്ന സൈറ്റ്സിനെ തപ്പി അങ്ങനെ ഒത്തിരി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, പൈസ ഇട്ട് കളിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അതായത് ഒരു അറിവിന് വേണ്ടി പറയാം, നമ്മൾ അങ്ങോട്ട് എറിയാതെ തിരിച്ച് കൊയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് എറിഞ്ഞാല് ഇപ്പം ഒരു കൊച്ചുകാരനാണെങ്കിൽ കൂടി വിത്ത് വിതച്ചാലേ കൊയ്യാൻ പറ്റൂ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ പൈസ അങ്ങോട്ട് എറിയാതെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാണ്ട്. കിട്ടുന്നവരുണ്ടായിരിക്കും, അതും എന്തെങ്കിലും ഭാഗ്യം കൊണ്ടാവും, എല്ലാതിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളതുണ്ടാവും, കിട്ടുന്നവരുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിൽ പോയി ചാടാതിരിക്കുക, അത്ര തന്നെ. ഇതൊക്കെ വലിയ സ്കാമുകളാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാം. ഒത്തിരി പ്രിക്കോഷൻസ് എടുത്ത് ഇതൊക്കെ ഒത്തിരി റിസർച്ച് ചെയ്തിട്ട്, റിസർച്ചല്ല, ഒന്ന് ചെറുതായിട്ടെങ്കിലും അന്വേഷിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അതിൽ കൂടെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു രീതിയൊക്കെ അറിഞ്ഞിട്ട് ഇതിലോട്ടൊക്കെ എടുത്ത് ചാടാൻ പോവാ. എന്നെ പോലെ ആവാതിരിക്കുക, അത്ര തന്നെ. നമുക്കിപ്പോ മലയാളിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഇങ്ങോട്ടൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാതെ സമാധാനം കാണത്തില്ല, അല്ലെ? പക്ഷെ ഇത് അങ്ങനെ പോലെയുള്ള ഒരു അവസ്ഥ, അങ്ങനെ പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. പുള്ളിക്കാരി എന്താണെന്നോ ഏതാണെന്നോ നമുക്കറിയത്തില്ല. തിരിച്ചൊരു പണി കൊടുക്കാന്ന് വെച്ചാൽ പോലും പറ്റത്തില്ല. എങ്ങനെ കൊടുക്കാനാ? പുള്ളിക്കാരി ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരി ചെയ്ത ട്രേഡ് അങ്ങനെ നമ്മുടെ ആ ഒരു ടൈമിങ്, കാരണം ഞാൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും പുള്ളി അവിടെ എണീക്കുന്നത്. അപ്പൊ ഇനി പുള്ളിക്കാരി മനസ്സിലായി അവിടെ പുള്ളിക്കാരി അമേരിക്കക്കാരി തന്നെ ആണെന്നൊക്കെ മനസ്സിലായി. ആവാം. എന്തായാലും നമുക്ക് തിരിച്ചൊരു പണി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി.
അഥവാ നിങ്ങൾക്ക് ഇത് കണക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യക്കാരനെ തപ്പി കണ്ടുപിടിക്കണം. ഇത് കണക്ക് അമേരിക്ക എപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കംപ്ലൈന്റ് എന്തെങ്കിലും ഒരു ലീഗലി മൂവ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും. പക്ഷെ പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ നോ രക്ഷ. അതുകൊണ്ട് ഇന്നക്കാർക്കെങ്കിലും ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള എടുത്തുകാട്ടങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത്ര തന്നെ. ഇങ്ങനെയുള്ള എടുത്തുകാട്ടങ്ങളൊക്കെ ചെയ്ത് പൈസ പോയ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരും പുറത്തു പറയാനൊന്നും താല്പര്യപ്പെടാത്തവരാണ്. കാരണം നാണക്കേട് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ കിട്ടിയ പാഠം പഠിച്ചു, പക്ഷെ അത് ബാക്കിയുള്ളവർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ആഗ്രഹമില്ലായതല്ല, ആ ഒരു നാണക്കേടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എനിക്കങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ, ഇങ്ങനെ ആരും പോയി ചാടാതിരിക്കാൻ വേണ്ടിട്ടാ. ആക്ച്വലി ഞാൻ ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാൻ പറ്റത്തില്ല, അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടുപോയെന്ന രീതി തന്നെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഒരു മാർഗം കണ്ടുപിടിച്ചു. അത് സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ആവണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി നോക്കി, അത് സംഭവം സൈറ്റ് ഇച്ചിരി ലെജിറ്റ് ആണ്, വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റ് ആണെന്നൊക്കെ പ്രൂഫൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി സ്വന്തമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനൊരു പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ പറയാം.